ഏലിയാസ് ദൈവവംശക്കാലത്തിലെ 6ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന്. തിരുസഭ മാതാവ് നമ്മൾ ചിന്തിക്കാൻ നൽകുന്ന തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷത്തിലെ 8ാം അധ്യായത്തിലെ 41 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങളാണ്. 2 അത്ഭുതങ്ങളാണ് കാണുക. ഒന്ന്, രക്തസ്രവക്കാരി സ്ത്രീ സൗഖ്യമാക്കപ്പെടുന്നു. രണ്ടാമതായിട്ട് ജായറോസിന്റെ മരിച്ചുപോയ മകൾ ജീവനിലേക്ക് തിരിച്ചു വരുന്നു. രണ്ടും സംഭവിക്കുന്നത് വിശ്വാസ നിറവിൽ നിന്നാണ്. ഗെരസേനയുടെ നാട്ടിൽ നിന്നും യേശുനാഥൻ തിരിച്ചു വന്നപ്പോൾ ഒരു വലിയ ജനാവലി അദ്ദേഹത്തെ കാത്തിരിക്കുകയായിരുന്നു. ജായറോസ് സിനഗോഗാധികാരിയാണ്. അദ്ദേഹം യേശുവിന്റെ അടുത്ത് വന്ന് കാൽക്കൽ വീണ് അപേക്ഷിക്കുകയാണ്. തൻ്റെ ഏക മകൾ ആസന്ന മരണയായിരിക്കുന്നു, വീട്ടിലേക്ക് വന്ന് അവളെ സുഖപ്പെടുത്തണമേ എന്ന്. യേശുനാഥൻ ശിഷ്യന്മാരോടൊപ്പം പോകുന്ന വഴി രക്തസ്രവക്കാരി സ്ത്രീ, 12 വർഷം രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ വന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ സ്പർശിച്ച് അവൾ സൗഖ്യം പ്രാപിക്കുകയാണ്. യേശുനാഥന്റെ അടുത്തേക്ക് രക്തസ്രവക്കാരി പുരുഷാരത്തിന്റെ ഇടയിലൂടെ കടന്നു വന്ന് തൊട്ട് ആ വസ്ത്രത്തെ വിളിമ്പിൽ തൊട്ട് സൗഖ്യം പ്രാപിക്കുമ്പോൾ യേശുനാഥൻ ചോദിക്കുകയാണ്, ആരാണ് എന്നെ സ്പർശിച്ചത്? എന്നിൽ നിന്നും ശക്തി നിർഗമിച്ചിരിക്കുന്നുവെന്ന്. പത്രോസ് പറയുകയാണ്, ഇത്രയും ആളുകൾ തിക്കിത്തിരക്കിനിടയിൽ ആരാണ് എന്നെ സ്പർശിച്ചതെന്ന് ഒരു പരിഹാസ രൂപേണ ചോദിക്കുകയാണ്. യേശുനാഥൻ പറയാണ്, ആരോ എന്നെ സ്പർശിച്ചിരിക്കുന്നു, എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നുവെന്ന്. മറയ്ക്കാനായിട്ട് നിർവാഹമില്ല എന്ന് മനസ്സിലാക്കി ആ സ്ത്രീ കർത്താവിന്റെ കാൽക്കൽ വീണ് താൻ എന്തിനു സ്പർശിച്ചു എന്നും എങ്ങനെ പെട്ടെന്ന് സുഖമാക്കപ്പെട്ടു എന്നും യേശുവിനോട് പറയാണ്. യേശുനാഥൻ അവളോട് പറയാണ്, മകളെ, നിന്റെ വിശ്വാസം വലുതാണ്, മകളെ സമാധാനത്തിൽ പോകുക എന്ന്. അവർ സൗഖ്യം പ്രാപിച്ച് തിരിച്ചുപോയി. അങ്ങനെ യേശുനാഥൻ മുന്നോട്ട് നീങ്ങുമ്പോൾ ഇതാ ജായറോസിന്റെ അടുത്ത് നിന്ന് ഓടി വരികയാണ്. കർത്താവ് എന്നെ ബുദ്ധിമുട്ടിക്കണ്ട, അവൾ മരിച്ചുപോയെന്ന്. കർത്താവ് പറയാണ്, വിശ്വസിക്കുക, ഭയപ്പെടേണ്ട എന്ന്. യേശുനാഥൻ അവരുടെ ഭവനത്തിലെത്തി. അപ്പോൾ ചുറ്റും ആളുകൾ ഇങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വീടിന് ചുറ്റും അവരുടെ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രമേ യേശുനാഥൻ അനുവദിച്ചുള്ളൂ ശിഷ്യന്മാരിൽ. ഒപ്പം തന്നെ കുട്ടിയുടെ പിതാവിനെയും മാതാവിനെയും അകത്ത് പ്രവേശിപ്പിച്ചു. യേശുനാഥൻ കുട്ടിയുടെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ബാലിക എഴുന്നേൽക്കൂ. തൽക്ഷണം ആ ബാലിക എഴുന്നേറ്റിരുന്നു. യേശുനാഥൻ പറഞ്ഞു, അവൾക്ക് ഭക്ഷിക്കാനായിട്ട് എന്തെങ്കിലും ആഹാരം കൊടുക്കുവിനെന്ന്. പ്രിയമുള്ളവരെ, അവൾ ജീവനിലേക്ക് തിരിച്ചു വന്നു. 2 മഹാത്ഭുതങ്ങൾ. ഒന്ന്, രക്തസ്രവക്കാരി സ്ത്രീ കർത്താവിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ട് സൗഖ്യം പ്രാപിക്കുന്നു. 12 വർഷം രക്തസ്രാവം ഉണ്ടായിരുന്നവൾ, ഒരു വൈദ്യനാലും സുഖപ്പെടുത്താൻ സാധിക്കാതെ ഒത്തിരിയേറെ പണം ചെലവഴിച്ചിട്ടും സൗഖ്യമാക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ജീവിച്ചവൾ യേശുവിന്റെ അടുത്ത് വന്ന് അവിടുത്തെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ടാൽ മാത്രം മതി എന്നുള്ള വിശ്വാസം, ആഴമായ വിശ്വാസമാണ്. ആ വിശ്വാസം എന്നുകൊണ്ട് കർത്താവിന്റെ വിളിമ്പിൽ തൊട്ട്, വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ട് സൗഖ്യം പ്രാപിക്കുന്ന ഒരവസ്ഥ. രണ്ടാമതായി, ആസന്നമന്നയായ അവൾ കൊച്ചു മരിച്ചു പോവുകയാണ്. ആ മരണത്തിലേക്ക് പോയ അവളെ കർത്താവ് കൈക്ക് പിടിച്ച് പുനർജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. ക്ഷമിക്കാൻ, ബാലിക എഴുന്നേൽക്കുന്നു പറഞ്ഞ്. നമ്മുടെ ജീവിതവും ഒരുപക്ഷെ ഇതുപോലെ തന്നെ നമ്മുടെ ആത്മാവും മരിച്ചുപോയൊരവസ്ഥയാകാം. കൂതാശയില്ലാത്ത ജീവിതം, ഈ ലോക സുഖ സന്തോഷങ്ങളുടെ പിന്നാലെ പരക്കം പാഞ്ഞുള്ള ജീവിതം, അതോടൊപ്പം തന്നെ നന്മയിൽ നിന്നും മാറി അഹങ്കാരത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആത്മാവ് മരിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. ഈ അവസരത്തിൽ കർത്താവ് സ്പർശിക്കപ്പെടണം, കർത്താവ് നമ്മെ തൊടണം. കർത്താവിൻ്റെ അടുത്തേക്ക് സ്പർശനത്തിനായി നമുക്ക് വരാം, അല്ലെങ്കിൽ കർത്താവിൻ്റെ ആനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് അവിടുത്തെ സമീപിക്കാം. കർത്താവ് തൊട്ടാൽ നമ്മുടെ ജീവൻ തിരിച്ചു വരും, നമ്മുടെ ആത്മാവ് സൗഖ്യം പ്രാപിക്കും, ആത്മാവ് ജീവനിലേക്ക് പുനർജീവനിലേക്ക് പ്രവേശിക്കും. പ്രകാരം വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് സൗഖ്യം പ്രാപിക്കാനും ജീവനിലേക്ക് പ്രവേശിക്കാൻ വേണ്ട വിശ്വാസം നിറവിന് വേണ്ടി നാം പ്രാർത്ഥിക്കാം. യേശു തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.